നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം. ഇത് എൻ്റെ മാലയല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ 35 പവൻ്റെ ഉരുപ്പടി എടുത്ത് ഈ റെസീപ്റ്റ് കളഞ്ഞതിൻ്റെ പേരിൽ തെളിവ് നശിപ്പിച്ചിട്ട്, കമ്പ്യൂട്ടറിൻ്റെയും ഫയലിൻ്റെയും തെളിവ് നശിപ്പിച്ചിട്ട് SI ഇത്ര 1000 രൂപ വാങ്ങിച്ചു, CA ഇത്ര 1000 രൂപ വാങ്ങിച്ചു. ഇനി ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഉരുപ്പടി നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. ഞാൻ ഈ പ്രസ് മീറ്റിന് വരാൻ കാരണം വിതുര റിയ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ 2000 മുതൽ 2023 വരെ ഉരുപ്പടി പണയം വയ്ക്കുകയും ഇടപാടുകൾ നടത്തി വരികയും ചെയ്തു. 2023 വരെ ഇടപാടുകൾ നടത്തി 2023 കഴിഞ്ഞ് 24 തുടക്കത്തിൽ ഒരു മാല ലാസ്റ്റ് പണയത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ 2022 എൻ്റെ കയ്യിൽ നിന്നും ഈ റെസിപ്റ്റുകൾ ഒരു മോഷണത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2022 തന്നെ ഞാൻ ഈ റിയ ഫിനാൻസ് എന്ന് പറഞ്ഞ വിതുര റിയ ഫിനാൻസ് സ്കൂൾ ജംഗ്ഷന് സമീപമാണ്. ആ കടയിൽ ചെന്ന് ഞാൻ പറയുന്നുണ്ട് ഈ റെസിപ്റ്റുകളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പുതിയ റെസിപ്റ്റ് എന്ന് വെച്ചാൽ 35 പവൻ്റെ ഉരുപ്പടിയാണ്. അപ്പം 1-2 ഉരുപ്പടി ഒരുമിച്ചല്ല വെച്ചേക്കുന്നത്, എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയാൾ തരേണ്ടതാണ്, എഴുതിയിട്ട് പലിശ അടയ്ക്കുന്ന സമയത്ത് പുതുക്കി തരേണ്ടതാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇത്രയും ഉരുപ്പടിയുടെ റെസിപ്റ്റുകൾ ഒന്നൊന്നായിട്ട് തരാൻ പറ്റില്ല, ഒറ്റ ഒരു ഇതായിട്ട് തൂക്കം, ഇയാൾ തീയതി എഴുതില്ല, തൂക്കം, തുക, പലിശ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തീയതി ഇത്ര വർഷം ഇത്രാം തീയതി വെച്ചു അങ്ങനെ ഒന്നും അയാൾ എഴുതില്ല. അപ്പോൾ അങ്ങനെ എഴുതി തന്നപ്പോൾ എനിക്കും ഒരു തീയതിയും വർഷമൊക്കെ ഇയാൾ തെറ്റിച്ചാണ് എല്ലാം എഴുതി തന്നേക്കണം ഈ റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം. ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് അവിടെ ഉരുപ്പടി ഫുള്ള് അവസാനമായിട്ട് എടുക്കാൻ 23-ന് ചെന്ന സമയത്ത് ഇയാൾ ഈ തൂക്കം എഴുതിയിരിക്കുന്ന തെറ്റാണ്. എല്ലാം 4 പവൻ്റെത് 1 ഗ്രാം, 2 പവൻ്റെത് 1 ഗ്രാം അങ്ങനെയാണ്. തുകയെന്ന് വെച്ചാൽ 32,000 എന്നുള്ള 37,000, 5,000 എന്നുള്ള 10,000 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഇതായപ്പോൾ ഞാൻ വിതുര സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് ഞാൻ 2024 മെയ് 21-ാം തീയതിയാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ഈ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് CI വിളിപ്പിച്ചിട്ട് ഇയാൾ വന്നില്ല. അന്ന് ഇലക്ഷൻ സമയത്തിരുന്ന ഒരു CI ആണ്, വിളിപ്പിച്ചിട്ട് ഇയാൾ വന്നില്ല. ഒരു മാസം കഴിഞ്ഞ് പിറ്റേ മാസം ജൂൺ 6-ാം തീയതി കണ്ടാണ് അയാൾ വന്ന സമയത്ത് ഇയാൾ തൂക്കം കൂട്ടിയും തൂക്കം കുറച്ചും തുക കൂട്ടിയും എഴുതിയതിൻ്റെ പേരിലാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒരു മാസം കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് പറയുന്നത് ലേലം വിളിച്ചു എന്നാണ്, ഉരുപ്പടി ലേലം വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഈ നിമിഷം വരെയും ഈ 2023 വരെയും പലിശ അടച്ചു, ലാസ്റ്റ് 16,000 രൂപ അയാൾ കൈപ്പറ്റുകയും ചെയ്തു. ആ കൈപ്പറ്റിയ കാര്യം അയാൾ സ്റ്റേഷനിൽ പറഞ്ഞു, കൈപ്പറ്റിയെന്ന് തന്നെ പറഞ്ഞു. 32,000 രൂപയ്ക്കുള്ള മാല 37,000 രൂപ എഴുതി വെച്ചത് അതും അയാൾ അവിടെ സമ്മതിച്ചു. ആ 32,000 രൂപയ്ക്ക് തന്നെ തരാമെന്ന് സമ്മതിച്ചു. പക്ഷേ അയാൾ അവിടെ ലേലം വിളിച്ച റെസിപ്റ്റുകൾ ഹാജരാക്കാൻ പറഞ്ഞു. 35 പവൻ്റെ ഉരുപ്പടിയുടെ ഇതും ലേലം വിളിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അവിടെ ഹാജരാക്കിയ ഒരു സംഭവമാണ് ഇത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിച്ച ഒരു ഇതാണ്. ഇതിലൊരു 12 സെറ്റ് ഉരുപ്പടിയുടെ ഒരു AC നമ്പറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒറിജിനൽ ഒരു റെസിപ്റ്റ് 32,000 രൂപയ്ക്ക് വെച്ച മാലയുടെ ഒറിജിനൽ റെസിപ്റ്റ് കിട്ടിയപ്പോഴാണ് ഇതിലുള്ള ഇയാൾ കൊണ്ടുവന്ന AC നമ്പർ തെറ്റാണ്. ആ ഒറിജിനൽ റെസിപ്റ്റ് കിടക്കുന്ന AC നമ്പർ തെറ്റാണ്. നെടുമങ്ങാട് DYSP അന്വേഷണത്തിന് പോയപ്പോൾ കൊണ്ടുവന്ന AC നമ്പറും കറക്റ്റാണ്, നമ്മുടെ കയ്യിൽ കിട്ടിയ റെസിപ്റ്റും കറക്റ്റാണ്, ഒരേ AC നമ്പറാണ്. ഇയാൾ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഇത്രയും AC നമ്പർ വ്യാജമാണെന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ കേസ് ക്ലോസ് ചെയ്തു. കാരണം വക്കീൽ ഈ കേസ് ക്ലോസ് ചെയ്തതിന് ശേഷം വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഉരുപ്പടി നിങ്ങൾക്ക് ഇനി നിങ്ങൾ വിതുര സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം, ഇത് മാത്രമേ ഇനി പ്രതിവിധിയുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രതിവിധിയില്ല. ഫയൽ എൻ്റെ കയ്യിലാണ്. ഈ ഫയൽ 300 തവണ CSR ചോദിച്ചു ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ഫിനാൻസിൽ നമ്മുടെ എല്ലാ റെസിപ്റ്റുകളും ഉള്ള ഒരു ഫയലുണ്ട്, ആ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. ഒരു മാസം കഴിഞ്ഞ് ആണ് ഇയാൾ ഫയൽ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഫയൽ വക്കീലിൻ്റെ കയ്യിലുണ്ടെന്ന് വക്കീൽ വിളിച്ചു പറഞ്ഞ റെക്കോർഡും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ആ ഫയൽ മൊത്തവും നശിപ്പിച്ചു. കമ്പ്യൂട്ടറിലുള്ള സകല തെളിവുകളും, അത് DYSP ഓഫീസിൽ നിന്നാണ് ഈ തെളിവ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. കമ്പ്യൂട്ടറിലുള്ള സകല തെളിവുകളും ഇയാൾ നശിപ്പിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞത്, നിനക്കിനി ഒരു രക്ഷയുമില്ല, നിനക്ക് ഈ ഉരുപ്പടി 35 ഉരുപ്പടിയുടെ ഒറിജിനൽ തൂക്കവും തുകയും നിനക്ക് അടച്ച് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങിത്തരണമെന്നാണ് അയാൾ പറയുന്നത്. അത് പോയിട്ട് പ്രധാനമായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വിതുര സ്റ്റേഷനിൽ ഇനി പോയി CA കണ്ടിട്ടോ SIയെ കണ്ടോ യാതൊരു കാര്യമില്ല, അവർ രണ്ടുപേരും കൈക്കൂലി വാങ്ങിച്ചു. 5,000 രൂപ അയാൾ എടുത്ത് പറയുന്നുണ്ട്, തുക സഹിതം പറയുന്നുണ്ട്. 5,000 രൂപ SI വാങ്ങിച്ചു, 8,000 രൂപ CA വാങ്ങിച്ചു, 10,000 രൂപ അയാൾ വാങ്ങിച്ച കാര്യം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 3 മാസത്തോളം വിതുര സ്റ്റേഷനിൽ ഇറങ്ങിക്കയറി. അത് കഴിഞ്ഞിട്ട് DYSP ഓഫീസിൽ പോയി DYSPയെ കാണാൻ വേണ്ടി ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 1 വർഷം കൊണ്ട്
SP ഓഫീസിൽ, DGP ഓഫീസിൽ, DYSP ഓഫീസിൽ, ഈ പോലീസ് സ്റ്റേഷനുകളിൽ മൊത്തം ഞാൻ ഇറങ്ങണം. ഇപ്പോൾ ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന് വക്കീൽ പറയുന്നുണ്ട്. വാങ്ങിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ നിമിഷം വരെയും എനിക്ക് അവരാരും നീതി തന്നിട്ടില്ല. ഇപ്പോൾ ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം. കാരണം കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളാണെങ്കിൽ ഇത്രയും തെളിവുകൾ ഇപ്പം പ്രതി ഇവിടെ ഹാജരാക്കിയിരിക്കണം. നമ്മൾ പലിശ അടച്ചില്ല എന്ന് അയാൾ പറയുകയാണെങ്കിൽ നമ്മളിതാ അതിൽ നിന്ന് കുറച്ച് ഉരുപ്പടികൾ എടുത്തിട്ട് നമ്മൾ പലിശ അടച്ചിട്ടുണ്ട്. 2023 ഈ പലിശ അടച്ചേക്കുന്നത്. അപ്പോൾ 23 വരെയുള്ള പലിശ അടച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റെസീപ്റ്റാണ്, കമ്പ്യൂട്ടറിൻ്റെ പ്രിൻ്റാണ്. ഇതിൽ കിടക്കുന്ന AC നമ്പറും നമ്മുടെ കയ്യിൽ കിട്ടിയ AC നമ്പർ ഒന്നാണ്. അതുപോലെ ഇതാണ് നമ്മുടെ കയ്യിൽ ഇത്ര ഭാഗമാണ് കിട്ടിയത്, ഒരു റെസീപ്റ്റിൻ്റെ ഭാഗമാണ് കിട്ടിയത്. പിന്നെ ഇത് അയാൾ അവിടെ ഹാജരാക്കിയതാണ്. ഉരുപ്പടിയുടെ ഒരു സിയുടെ കയ്യിൽ ഹാജരാക്കിയ തെളിവുകളാണ്. ഇതൊക്കെയാണ് അയാൾ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ. അയാളുടെ കയ്യിൽ ഉരുപ്പടിയുടെ ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു. ഇതൊക്കെ ഒരു CA വാങ്ങിക്കേണ്ട ഒരു ഇതാണോ? ഒറിജിനൽ റെസിപ്റ്റ് അല്ലേ CA വാങ്ങിക്കേണ്ടത്? കൈക്കൂലി വാങ്ങിച്ചു എന്ന് വക്കീൽ പറയുന്നതിന് എനിക്ക് സംശയങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. CA വാങ്ങിച്ചു തന്ന തെളിവുകളാണ് ഇതൊക്കെ. ഇത് നമ്മൾ പലിശ അടച്ചതിൻ്റെ ഒരു റെസീപ്റ്റാണ്. ഇങ്ങനെയാണ് ഇയാൾ എഴുതി തരുന്നത്. എന്ന് വെച്ചാൽ തൂക്കം, തുക, പലിശ ഇത്ര മാത്രമേ അയാൾ എഴുതുള്ളൂ. ഇത് അയാൾ അവിടെ ഹാജരാക്കിയ ഉരുപ്പടിയുടെ ഹാജരാക്കിയതാണ്. ഇത്രയും റെസീപ്റ്റ്, 3 റെസീപ്റ്റ് അയാൾ അവിടെ ഹാജരാക്കിയതാണ്. ഇത്രയാണ് അയാൾ ഉരുപ്പടിയുടെ അയാളുടെ ലേലം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ഹാജരാക്കിയത്. ലേലം വിളിച്ച റെസീപ്റ്റുകൾ ചോദിച്ചപ്പോൾ അയാളെ കയ്യിലില്ല. ലേലം വിളിച്ച റെസീപ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ ലേലം വിളിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഉരുപ്പടി കൊണ്ടുവന്ന് വിറ്റ കട ഏതെന്ന് ചോദിച്ചു. ഏത് കടയിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഉരുപ്പടി വിറ്റത്? അത് അയാൾക്ക് ഓർമ്മയില്ലെന്നാണ് അയാൾ പറയണത്. ഉരുപ്പടി വിറ്റ കട അയാൾക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിച്ച് കൊണ്ടുവന്ന അതിൽ കൊടുത്തേക്കുന്ന തീയതി എന്ന് വെച്ചാൽ 9/2/2022 അപ്പോൾ ലേലം വിളിച്ചു എന്ന് അയാൾ ഇട്ടേക്കുന്ന തീയതി എന്ന് വെച്ചാൽ 10/2/2022 എന്ന് വെച്ചാൽ പിറ്റന്നത്തെ തീയതിയാണ്. അപ്പോൾ എന്തായാലും പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് അയച്ച സംഭവം കിട്ടിയിട്ടില്ല എന്നുള്ള സംഭവം കറക്റ്റാണ്. ഏത് പോലീസിന് കണ്ടാലും മനസ്സിലാവും. 9/2/2022 പോസ്റ്റ് ഓഫീസിൽ സീലടിച്ചേക്കുന്നു. 10/2/2022 അയാൾ നമുക്ക് അയച്ചു എന്നാണ് പറയണത്. അയച്ചെന്നല്ല, ലേലം വിളിച്ചു. പിറ്റേന്ന് തന്നെ ലേലം വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു എന്തായാലും അവരുടെ കയ്യിൽ റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഒരു റെസീപ്റ്റ് അല്ലല്ലോ നമുക്ക് അയക്കേണ്ടത്. 35 പവൻ എന്ന് വെച്ചാൽ ഒരുമിച്ച് വെച്ചതല്ല. ഈ 2000 തൊട്ട് 2023 വരെ നമ്മൾ വെക്കുകയും എടുക്കുകയും പലിശ അടയ്ക്കുകയും 2023 ഞാൻ ലാസ്റ്റ് ഒരു മാല എടുക്കാൻ പോകുന്ന സമയം വരെയും ഇയാൾ ലേലം വിളിച്ച കാര്യം എൻ്റെ അടുത്ത് പറയുന്നില്ല. ഈ പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന ഉരുപ്പടിക്ക് എങ്ങനെ ഇയാൾ ലേലം വിളിക്കും? ഈ തീയതി വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 9/2/2022 ഇയാൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിക്കുന്നു. 10/2/2022 ഇയാൾ ലേലം വിളിച്ചു എന്ന് പറയുമ്പോൾ ആ തീയതി വെച്ചിട്ട് മനസ്സിലാക്കാം ലേലം വിളിച്ചിട്ടില്ല. നമ്മൾ പലിശ അടച്ചേക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ അയാൾ കൊണ്ടുവന്ന റെസിപ്റ്റുകളിൽ തന്നെ ഉണ്ട്. അയാൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്റ്റുകൾ, ഒരു 3-4 റെസിപ്റ്റ്, അത് ആ എടുക്കാനുള്ള റെസിപ്റ്റ് ഇതുപോലെ ഇത്രയും സമയത്ത് നമ്മൾ ഉരുപ്പടി തന്നിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പോലീസ് കൂട്ട് നിൽക്കുന്നു എന്ന് പല സംശയങ്ങളും എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പോലീസ് കൊണ്ടുവന്ന AC നമ്പർ കറക്റ്റാണ്. പോലീസ് കൊണ്ടുവന്ന ഈ റെസീപ്റ്റിലെ AC നമ്പർ കറക്റ്റാണ്. പക്ഷേ തുക 32,000 എന്നുള്ളിടത്ത് 37,000 കിടക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒറിജിനൽ പ്രിൻ്റ് ആണെങ്കിൽ 32,000 വരുള്ളൂ. AC നമ്പർ മാറ്റാൻ മറന്നു പോയിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം ബാക്കി എല്ലാത്തിനും AC നമ്പർ മാറ്റിയിട്ടുണ്ട്. ഇതിൽ മാത്രം ഈ ഒറിജിനൽ റെസീപ്റ്റിലുള്ള AC നമ്പറും, ഇത് ഒറിജിനൽ റെസീപ്റ്റാണ്, ഇതിലെ AC നമ്പറും ഈ പോലീസ് കൊണ്ടുവന്ന AC നമ്പർ ഒന്നാണ്. പ്രതി എഴുതിക്കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊടുത്ത AC നമ്പർ മാത്രം തെറ്റാണ്. ഇതിൽ തന്നെ ഒരുപാട് തെളിവുകളുണ്ട്. അയാൾ നമ്മൾ 2023 6,500 രൂപ അടച്ച് കുറച്ച് സ്റ്റട്ടും സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2023 ഫുള്ള് ഒരുമിച്ചാണ് പലിശ വാങ്ങുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു. തൂക്കം, തുക, പലിശ, തീയതി എഴുതില്ല. അപ്പോൾ ആ ഒരുമിച്ച് 23 വരെ വാങ്ങുമ്പോൾ 23 വരെയുള്ള പലിശ നമ്മൾ അടച്ചതായിട്ടാണ് അതിൻ്റെ തെളിവ്. അതിനുശേഷം 2024 വരെ 16,000 രൂപ അയാൾ കൈപ്പറ്റി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ടാണ് അയാൾ കൈപ്പറ്റുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വക്കീൽ പറയുന്ന കണക്ക് നമുക്കിപ്പോൾ ചിന്തിക്കാനോ പോകാനോ പറ്റില്ല. ആ സമയത്ത് വക്കീൽ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ സാറിൻ്റെ ഡിമാൻഡൊക്കെ ഓക്കെയാണ്, സാർ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് പറയുന്നത് SI ഇത്രായിരം രൂപ വാങ്ങിച്ചു, CA ഇത്രായിരം രൂപ വാങ്ങിച്ചു, ഇനി ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഉരുപ്പടി നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ എന്നാണ് വക്കീലിൻ്റെ ഒരു ഇത്. ഈ നിമിഷം വരെ അവസാനമായിട്ട് DYSPയും SI സാറും CA സാറും കൂടെ തീരുമാനം എടുത്ത് നെടുമങ്ങാട് DYSP അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ അറിയിച്ചതെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് 6 പവൻ്റെ ഉരുപ്പടി തരാനുള്ളതിൽ 6 പവനെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ 4 പവനും 5 പവനും 2 പവനും എല്ലാം 1 ഗ്രാം 1 ഗ്രാം ആക്കി 6 പവനാക്കിയിട്ടുണ്ട്. അതിൽ 3 പവൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് രാജേഷ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയാണ്. 3 പവൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അയാൾ കൊണ്ടുവന്ന ഈ തെളിവിൽ ഉള്ള ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു റെസിപ്റ്റ് തന്നെ ഇത് മൊത്തം 6 പവനാണോ ഇയാൾ കൊണ്ടുവന്നതാണ്. ഇയാൾ സ്റ്റേഷനിൽ ഹാജരാക്കിയതാണ്. 3 റെസിപ്റ്റുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. 3 സംഭവമാണ് ഹാജരാക്കിയത്. ഉരുപ്പടിയുടെ തെളിവുകൾ ഇയാൾ ഹാജരാക്കിയതാണ്. ഇത് ഇത്രയും കൂടെ 6 പവനേ ഉള്ളൂ. ഇത്രയും 6 പവനേ ഉള്ളൂ. അപ്പോൾ ഇവർ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഞാൻ പറയുന്നതല്ല, അവരുടെ രാജേഷിൻ്റെ തന്നെ വക്കീൽ പറയുന്നതാണ്. ഞാനായിട്ട് ഒന്നും സ്വന്തമായിട്ട് പറയുന്നതല്ല. എന്നെ ആദ്യം വക്കീൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. രാജേഷിൻ്റെ കടയിൽ ഞാൻ പോയി ഉരുപ്പടി ചോദിച്ചു. അപ്പോൾ 32,000 എന്നുള്ള 37,000, 4 പവൻ എന്നുള്ളത് 1 ഗ്രാം, ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനും അയാളും കൂടെ സംസാരമായപ്പോൾ പിന്നെ ഞാൻ ലൈവ് ഇട്ടു. ആ സെക്കൻഡ് തന്നെ ലൈവ് ഇട്ടു. കാരണം വേറെ ആർക്കും ഇതുപോലെ ഒരു അബദ്ധം പറ്റരുതെന്ന് വെച്ചിട്ട് ഞാൻ ആ സെക്കൻഡ് തന്നെ ലൈവ് ഇട്ടു. ലൈവ് ഇട്ട സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോൾ വക്കീൽ എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയാണ് തുടക്കത്തിൽ ചെയ്തത്. എന്ന് വെച്ചാൽ, ഇനി ഒരിക്കൽ കൂടി രാജേഷിൻ്റെ കടയിൽ കയറി നിങ്ങളുടെ ഉരുപ്പടി ചോദിച്ചാൽ പിന്നെ ക്രിമിനൽ കുറ്റത്തിന് നിങ്ങളുടെ പേരിന് കേസെടുക്കും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം രണ്ടാമത് ഇയാൾ സ്നേഹമായിട്ട് വിളിച്ചിട്ട് പറയണം, വീട് എവിടെയാണ്, എനിക്ക് നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോഴാണ് ഇയാൾ പറയുന്നത്, ഫയൽ മൊത്തം എൻ്റെ കയ്യിലാണ്, ഫയൽ എൻ്റെ കയ്യിലാണ്, അതിലുള്ള തെളിവുകളൊക്കെ നശിപ്പിച്ചു, അതുകൊണ്ടാണ് സ്റ്റേഷനിൽ ഹാജരാക്കാത്തത് രാജേഷ് താമസിച്ചത്. 1 മാസം കഴിഞ്ഞ് കൊണ്ടുവന്നത്. കമ്പ്യൂട്ടറിലൊന്നും ഇനി ഒന്നുമില്ല. നിങ്ങളിനി വിതര സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരെയും കൂടെ കൂട്ടായ ഒരു തീരുമാനം എന്ന് വെച്ചാൽ കോടതിയിൽ വിടുക എന്നാണ്. നിങ്ങളുടെ മൊഴിയെടുത്ത് കേസെടുത്ത് കോടതിയിൽ വിടുക. കോടതിയിൽ വിടുന്നത് കൊണ്ടാണ് വ്യാജ തെളിവുകൾ മാത്രം അവിടെ ഹാജരാക്കിയത്. ഒറിജിനൽ റെസിപ്റ്റിൽ ഹാജരാക്കാതെ പ്രിൻ്റ് എന്ന് വെച്ചാൽ കള്ള പ്രിൻ്റ് അടിച്ചാണ് കൊണ്ടുവന്നത്. ഇപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയച്ചു എന്ന് പറയുന്ന സീലടിച്ച് രാജേഷിൻ്റെ കയ്യിൽ വെച്ചിരുന്ന റെസിപ്റ്റിൽ എൻ്റെ ഒപ്പ് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഒപ്പിട്ട് എന്തായാലും 35 ഉരുപ്പടി ഒപ്പിട്ട് അയക്കില്ല. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും 7 ദിവസത്തിനകത്ത് വെച്ചിട്ടേ നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവം വരത്തുള്ളൂ. പിറ്റേന്ന് തന്നെ വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇവർ കൂട്ടായ ഒരു തീരുമാനം ലാസ്റ്റ് എന്നെ അറിയിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും പിന്നെ DGP ആയാലും DYSP ആയാലും SP ആയാലും കേസ് അന്വേഷിച്ചിട്ട് അതിൻ്റെ അന്വേഷണം അവർ ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞു തെളിവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഒരു DYSP ഓഫീസിൽ വെച്ച് എന്നെ അറിയിച്ചതെന്ന് വെച്ചാൽ 3 പവൻ്റെ ഉരുപ്പടി ഫ്രീ ആയിട്ട് തരാം, 35 പവൻ്റെ ഫയലിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, ഈ ഫയലിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ 3 പവൻ്റെ ഉരുപ്പടി എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാനൊരു 200 രൂപ പത്രത്തിൽ ഈ 35 പവനിൽ 3 പവനെ ഞാൻ കൈപ്പറ്റിയിട്ടുള്ളൂ എന്നെഴുതി നിങ്ങൾക്കൊരു എഗ്രിമെൻറ്റ് ഞാൻ തരാം. അതുപോലെ ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ എനിക്ക് എഴുതി തരണം എന്നാണ് ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. ഈ 3 പവൻ ഞാൻ വേണ്ടെന്ന് വെച്ചു, ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് വെച്ചിട്ട് പെരേപ്പാടൻസിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് തരാനുള്ള ഒരു 3 പവൻ്റെ ഉരുപ്പടി, ഒരു മാലയും 3 ലോക്കറ്റും കയ്യിലുണ്ട്. മൊത്തം 6 പവനാണല്ലോ. 1 ഗ്രാം വെച്ചേക്കുന്നത് മൊത്തം 6 പവനാക്കി അയാൾ വെച്ചിട്ടുണ്ട്. ആ 6 പവൻ വാങ്ങിത്തരാം, അതിന് 3 പവൻ കയ്യിലുണ്ട്, 3 പവൻ പെരേപ്പാടൻസിൽ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പെരേപ്പാടൻസിൽ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നിട്ട് ഇയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പഴയ മാല, എന്ന് വെച്ചാൽ എൻ്റെ മാലയല്ല, നമ്മുടെ ഫുള്ള് ഗൾഫ് സ്വർണ്ണമാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പെരേപ്പാടൻസിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണമായിട്ട്. അപ്പോൾ ഇയാളൊരു പഴയ മാല കയ്യിൽ നിന്ന് കഷ്ണങ്ങളാക്കിയ മാലയാണ്. കഷ്ണങ്ങളാക്കിയെന്ന് വെച്ചാൽ 21.7 നമ്മുടെ മാലയുടെ തൂക്കം. ആ തൂക്കം ആക്കാൻ വേണ്ടി ഇയാൾ എവിടെയോ അയാളുടെ കടയിൽ തന്നെ വെച്ചിട്ടായിരിക്കും കഷ്ണങ്ങളാക്കിയിട്ട് ഈ തൂക്കം കറക്റ്റ് ആക്കിയിട്ടാണ് ഇയാൾ കൊണ്ടുവന്നേക്കണം. പെരേപ്പാടൻസിൽ കൊണ്ടുവന്നിട്ട് ആ ഉടമസ്ഥൻ്റെ അടുത്ത് പറയണം, മുതലാളിയുടെ അടുത്ത് പറയണം, ഇതൊന്ന് തൂക്കുമോ, ഇവർ കണക്ക് തൂക്കണമെന്ന് പറഞ്ഞു. ഈ ത്രാസ് എടുത്തുകൊണ്ടൊന്ന് ഇത് വെച്ച് തൂക്കിയ സമയത്ത് 21.7. അപ്പം അവരും അന്തം വിട്ട് നോക്കുകയാണ്, ഞങ്ങളും നോക്കണേ എന്താ സംഭവം ഒന്ന്. ഇത് നിങ്ങളുടെ മാലയാണെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മാലയല്ല, എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ 35 ഉരുപ്പടി എടുത്ത് ഈ റെസിപ്റ്റ് കളഞ്ഞതിൻ്റെ പേരിൽ തെളിവ് നശിപ്പിച്ചിട്ട്, കമ്പ്യൂട്ടറിൻ്റെയും ഫയലിൻ്റെയും തെളിവ് നശിപ്പിച്ചിട്ട് ഇയാൾ വിറ്റ് പുട്ടടിക്കാമെങ്കിൽ വേറെ ആർക്കെങ്കിലുള്ള ഒരു മാല അയാൾക്ക് തപ്പിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ പറഞ്ഞു എന്തായാലും വേറൊരാൾക്കുള്ള ഒരു മുതലാണിത്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ CCTV അവിടെ ഉണ്ടാവും, പെരേപ്പാടൻസിൽ CCTV ഉണ്ടാവും. അത് ആരുടെ മാലയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, വേറെ ആരുടെ ഒരു മാലയാണ് അത്. 21.7 തൂക്കത്തിന് അയാൾ കഷ്ണങ്ങളാക്കി അവിടെ കൊണ്ടുവന്നു. ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴും മീഡിയയിൽ നിന്ന് 1-2 പേര് വിളിച്ചപ്പോൾ അയാൾ പറയുന്നത് സ്വർണം കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വർണം തരാമെന്ന് പറയുന്നത് ഈ 3 പവൻ്റെ ഈ ഒരു 3 ലോക്കറ്റും
ഒരു മാലയാണെങ്കിൽ തരാമെന്ന്. ഇപ്പം മാല എന്തായാലും അയാളുടെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടിയിരിക്കണം. പെരേ പാലൻസിൽ വന്നതോടുകൂടി മാല നമുക്കുള്ളതല്ല. അത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്വർണ്ണമാണ്, എനിക്ക് വാങ്ങാം, എൻ്റെ മാലയുടെ അതേ തൂക്കത്തിനുള്ള സ്വർണ്ണമാണ്. പക്ഷേ എൻ്റെ മാല അല്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. കാരണം അതിൻ്റെ പുറകെ കേസിന് എനിക്ക് നടക്കാൻ വയ്യ. അത് വേറെ ആരുടെയെങ്കിലും മുതലായിരിക്കാം. അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. എനിക്ക് ഇപ്പോൾ കോടതിയിൽ പോകാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, മൊഴിയെടുത്ത് കോടതിയിൽ പോകാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് 2 കുടൽ, എൻ്റെ 2 കുടലും പ്രശ്നമാണ്. അത് ദ്രവിച്ച് തുടങ്ങും മുമ്പേ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 കുടലും ഡേഞ്ചറായിട്ട് നിൽക്കണം. അപ്പോൾ ഞാനിപ്പോൾ വേദനയ്ക്കുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഈ നിമിഷം വരെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ അമ്മ കിടപ്പിലാണ്, വർഷങ്ങളായിട്ട് കിടപ്പിലാണ്. അവരെ നല്ല പ്രായത്തിൽ എൻ്റെ 5 വയസ്സ് മുതൽ ഗൾഫിലിരുന്ന് അവർ ആകപ്പാടെ സമ്പാദിച്ച സ്വർണ്ണമാണ് ഇയാൾ. എൻ്റെ പിള്ളേരെ ജീവിതമാണ് ഇപ്പോൾ അയാളെ കയ്യിലിരിക്കുന്നത്. എൻ്റെ 2 പെൺമക്കളുടെ ജീവിതമാണ് അയാളെ കയ്യിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സുഖമില്ലാതെ എണീച്ച് എനിക്ക് ഒരു ഇത്ര സെക്കൻഡ് ഇത്ര മണിക്കൂറൊക്കെ ആ ഗുളിക നിൽക്കത്തുള്ളൂ. അതുപോലെ ഇപ്പം മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്നാൽ ഗുളിക പോലും തരാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ എഴുതി തന്നിട്ട് ഇപ്പോൾ 9 മാസം കഴിഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ എഴുതി തന്നിട്ട്. അപ്പോൾ ആ സമയത്ത് കഴിക്കേണ്ട ഗുളിക എഴുതി തന്നതാണ്. ഇതിപ്പോൾ ഞാൻ മാറി മാറി ഇപ്പോൾ 1 വർഷം അടുപ്പിച്ചാകുന്നു ഞാൻ ടാബ്ലറ്റ് മാറി മാറി ഓരോ മെഡിക്കൽ സ്റ്റോറുകളിലും പോയി മാറി മാറി വേദനയ്ക്കുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഫുള്ള് ഞാൻ ഇറങ്ങിക്കാൻ നടക്കുന്നത്. നമ്മളൊരു മനസാക്ഷി എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിലുള്ളവരും ഒരു മനസാക്ഷി, അത് അയാളുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ റെസിപ്റ്റുകൾ വാങ്ങിച്ചിട്ട് കോപ്പി എടുക്കാൻ കൊടുക്കുന്ന DYSP സാർ കോപ്പി എടുക്കാൻ കൊടുക്കുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ്. പക്ഷെ ആ കോപ്പിയും ഇല്ല, കാര്യങ്ങളും ഇല്ല. അവസാനം കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. ഈ കേസിൽ ഉൾപ്പെടാത്ത പോലീസുകാർ വന്ന് നമ്മളെ ഹറാസ്മെൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ഉരുപ്പിടി വാങ്ങിച്ചിട്ട് പോകാൻ നോക്കുന്നതാണ് അവർ പറയണത്.